ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്. ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി കടന്നുകൂടുന്നതുമാണ്. ആ പവിത്രമായ ശഅബാൻ ഇഷ്ടം വെച്ചുകൊണ്ട് വരുമ്പോ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു നമുക്ക് തരുന്നുണ്ട്. എന്തിനേറെ, ഇദാ കാനത്തിൽ ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ فقوموا ليلها وصوموا يومها. പരിശുദ്ധമായ ശഅബാനിന്റെ പകുതിയായാൽ, അതായത് ബറാഅത്തിന്റെ രാവായാൽ, നിങ്ങൾ കിടക്കല്ലേ, നിങ്ങൾ കിടന്ന് ഉറങ്ങല്ലേ, അതിനു പകരം നിങ്ങൾ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആവേശത്തോടെ നിങ്ങൾ അല്ലാഹുവിലേക്ക് കരയുക. നിങ്ങളുടെ സങ്കടങ്ങൾ മാറാൻ, നിങ്ങളുടെ വിഷമങ്ങൾ മാറാൻ, ദുഃഖങ്ങൾ മാറാൻ ഇതിനേക്കാൾ സന്തോഷമുള്ള ഒന്നുമില്ലല്ലോ. വഖൂമൂ ലൈലഹാ, ശഅബാനിന്റെ രാത്രികൾ നിങ്ങൾ നിന്ന് നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് വസൂമൂ യൗമഹാ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വരാനാണ്. എന്തിനാണ് 15ാമത്തെ രാവെന്ന് പറയുന്നത്? ഈ വരുന്ന 25ന്റെ അന്നാണ്. 25ാം തീയതിയാണ് ബറാഅത്ത് രാവ്. 26ന്റെ അന്നാണ് നോമ്പ്. അതായത് മറ്റന്നാളല്ല, നാളെ അല്ലേ? 25 നാളത്തെ ദിവസം നല്ലതുപോലെ നോമ്പിന്റെ സന്തോഷത്തിൽ വരാനുള്ളതല്ല, മറിച്ച് ആ രാവാണ്. എന്തിന്റെ രാവാണ്? പല ആളുകളും അവിടെ നിന്ന് ഓതാറുണ്ടല്ലോ. എത്രയോ മഹാരഥന്മാര് എങ്ങനെയാണ് ചെയ്തതെന്നറിയുമോ? അവിടെ നിന്ന് സൂറത്ത് യാസീൻ ഓതുകയാണ്. ബറാഅത്തിന്റെ രാവിലെ 3 യാസീൻ നമ്മൾ ഓതാറുണ്ട്. ഒന്നാമത്തത് ആയുസ്സിന് വേണ്ടിയിട്ടാണ്, രണ്ടാമത്തത് ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ്, മൂന്നാമത്തെ ആഖിബത്ത് നന്നായിട്ട് മരിക്കുവാനാ. എന്നാ മഹാരഥന്മാര് എങ്ങനെയാണ് ചെയ്തതെന്നറിയോ? കാമിലായ വുളുവെടുക്കും അവര്. മഹാരഥന്മാരായ ആളുകൾ ചെയ്തത്, അവര് കാമിലായ വുളു എടുക്കും. ആ വുളു എടുത്തിട്ട് അവരൊരു യാസീൻ ഓതുകയാണ്. സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ ലിമാ ഖുരിഅ ലഹു, ഏതൊരു കാര്യത്തിനാണ് നമ്മൾ ഓതുന്നത്, ഏതൊരു ആവശ്യത്തിനാണ് നമ്മൾ ഓതുന്നത്, ആ ഓതുന്ന കാര്യത്തിനാണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ അങ്ങനെ ഒരു പവറുണ്ട്. ഏതൊന്നിനാണോ നമ്മൾ ഓതുന്നത്, ഏതൊരു കാര്യത്തിനാണോ നമ്മൾ ചെയ്യുന്നത്, ആ ചെയ്യുന്ന കാര്യത്തിനാണ്. മക്കളുടെ പഠനമാണോ, ജീവിതത്തിന്റെ ബറക്കത്തിനാണോ, ജീവിതത്തിന്റെ സന്തോഷത്തിനാണോ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 3 യാസീൻ ഓതുമ്പോ അതിൽപ്പെട്ട ഒന്നാമത്തത് ആയുസ്സിന്റെ വർധനവിന് വേണ്ടിയിട്ട്, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി ഒരു യാസീൻ ഓതുമ്പോ, എന്റെ പെങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിൽ കരുതണേ. അല്ലാഹു എനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ സഹോദരങ്ങളുണ്ട്, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനാണെന്ന് കരുതിയാൽ, അങ്ങനെ കരുതിയിട്ട് ഓതുകയും ചെയ്താൽ, അത് ആ ഓതിയിട്ടുള്ള ആ ഒരു കാര്യത്തിന്, അത് ഓതിയിട്ടില്ല ആ ഒരു കാര്യത്തിനാണ്. പിന്നീട് അവിടെ നിന്ന് പറയുന്ന രണ്ടാമത്തെ യാസീൻ, ജീവിതത്തിൽ റിസ്ഖിൽ വർധനവുണ്ടാകാനാ. റിസ്ഖ് എന്ന് പറഞ്ഞാ ഭക്ഷണം മാത്രമല്ല, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവർ ഏതെല്ലാം മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്ന മേഖലകളിലൊക്കെ അല്ലാഹു വിജയം തരാൻ, അല്ലാഹു സന്തോഷം തരാൻ, ആ പോകുന്ന മേഖലകളിലൊക്കെ റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ജീവിതത്തിന് ആവശ്യമുള്ളത് എന്തും, ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവൻ, അതെല്ലാം നല്ല മനസ്സോടെ, നല്ല നീയത്തോടു കൂടിയിട്ടാണ് അല്ലാഹുക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാ നമ്മൾ ഓതാനുള്ളത്. മൂന്നാമത്തതോ, എത്രയോ ആളുകൾ വഴിയോരത്ത് പിടഞ്ഞ് മരിക്കുന്നുണ്ട്, വാഹനം കയറി
മരിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് സൂറത്ത് യാസീൻ ഓതുമ്പോ ലിമാ ഖുരിഅ ലഹു, ഏതൊരാവശ്യത്തിനാ നിങ്ങൾ ഓതിയത് ആ ഒരാവശ്യത്തിന് തന്നെയാണ് സൂറത്ത് യാസീൻ. ഏതാവശ്യത്തിനാ നിങ്ങൾ ഓതിയത് ആ ഓതിയിട്ടുള്ള ആ ആവശ്യത്തെ അല്ലാഹു നിറവേറ്റി തരും. മനസ്സിലായോ? 3 യാസീൻ നമ്മൾ ഓതണമെന്ന് 25-ാം തീയതി, 25-ാം തീയതി മറക്കരുത് അല്ലേ? ഇനിയിപ്പോ കുറെ ആളുകൾ ഇറങ്ങും. ബറാഅത്തിൽ അങ്ങനെ നോമ്പുണ്ടോ? ബറാഅത്തിൽ അങ്ങനെ നോമ്പ് വെക്കാൻ പറ്റോ? ഇനി അങ്ങനെ എവിടെയാ ഉള്ളത്? ഒരു നന്മ ഒരു മനുഷ്യൻ ചെയ്യുമ്പോ അതിനെ ചെയ്യാൻ സമ്മതിക്കാത്ത ആളുകൾ അല്ലേ? അങ്ങനത്തെ മനുഷ്യന്മാരാണ് ദുനിയാവിന്റെ പുറത്തുള്ളത്. മുഅ്മിനേ, എന്തിനാണ് പവിത്രമായ പരിശുദ്ധമായ ഈ ശഅബാനിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു വരുമ്പോ നോമ്പ് നോക്കാൻ പറഞ്ഞത്? തഫ്രീഖു കുല്ലി അംരിൻ ഹകീമിൻ ഫീഹാ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ കാര്യങ്ങളുടെയും വിധി നിർണയിക്കുന്നത് ഈ രാവിലാണ്. എല്ലാ കാര്യങ്ങളുടെയും വിധി നിർണയിക്കുന്നത് ഈ രാവിലെ. അത്രത്തോളം പോരിശയുണ്ട്. അതുമാത്രവുമല്ല, ഫളീലത്തുൽ ഇബാദത്തി ഫീഹാ, ഈ രാവിലുള്ള ഇബാദത്തിന് വലിയ ഫളിലാണ്. പിന്നെയോ നുസൂലുർ റഹ്മാ, അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു നമുക്ക് തരും. അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു നമുക്ക് തരും. പിന്നെയോ നിറഞ്ഞ കരഞ്ഞ കലങ്ങുന്ന കണ്ണുകളോടെ അല്ലാഹുവിലേക്ക് നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പശ്ചാത്താപത്തെ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അതുമാത്രവുമല്ല, ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്തിന് അല്ലാഹു അവസരം കൊടുത്തത് ഈ പരിശുദ്ധമായ മാസത്തിലാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നല്ലതുപോലെ ഈ 2 റക്അത്ത് കഴിയും, ഈ 2 ഓരോ യാസീൻ കഴിയുമ്പോഴും കഴിയുമെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അങ്ങനൊക്കെ യാസീൻ ഓതി നല്ല നിയ്യത്തോടുകൂടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ മെച്ചപ്പെടുത്തിയാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങളെ സങ്കടപ്പെടുത്തൂല. അല്ലാഹു തആല ഖായിബാക്കാതിരിക്കട്ടെ. രോഗങ്ങളും സങ്കടങ്ങളും എല്ലാം അല്ലാഹു തആല മാറ്റി അല്ലാഹു ആജിലായ കാമിലായ ശിഫ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.